പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്നവരെ ദൈവം മാനിക്കുകയും ആ ആരാധനയിൽ കൂടെ ദൈവവും പ്രസിദ്ധനാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധന ദൈവം ഉയരുന്നതായിരിക്കണം, ദൈവമായിരിക്കണം നമ്മുടെ മുമ്പിൽ വരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചപ്പോൾ ധാരാളം കാര്യം പറയാനുണ്ട്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. നേരുണ്ടെങ്കിലേ സ്തുതിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അത് ഉചിതമാണ്. ഈ നേരെന്ന് പറയുന്നത് തന്നെ 33-ാം സങ്കീർത്തനം 1-ലുണ്ട്, അതുപോലെ തന്നെ 4-ാം വാക്യത്തിലുമുണ്ട്. വചനമാണ് നേരുള്ളത്, ദൈവമാണ് നേര്. ആ വചനമകത്തുള്ളവർ ദൈവത്തെ സ്തുതിക്കും. 25-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം നേരുള്ളവനാ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെയും എഴുതിയിട്ടുണ്ട്, അവൻ പാറ, അവൻ അത്യുത്തമമായിരിക്കുന്ന ദൈവമാണ്. അവൻ നേരുള്ളവനാ, ന്യായമുള്ളവനാ. നേരകത്തുണ്ടെങ്കിൽ, വചനമകത്തുണ്ടെങ്കിൽ, ആ ശക്തി അകത്തുണ്ടെങ്കിൽ ദൈവമക്കളുടെ നാക്ക് ചലിച്ചുകൊണ്ടിരിക്കും. ദൈവം ജീവനുള്ളവനാണെങ്കിൽ ജീവനുള്ളവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സ്തുതിച്ചാൽ എന്ത് കിട്ടുമെന്നൊക്കെ ദൈവമക്കൾ ആഴമായി ചിന്തിക്കുകയാണെങ്കിൽ ഒത്തിരി ദൈവം നമുക്ക് തരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദയിൽ നിന്നാണ് പ്രഭു എഴുന്നേൽക്കുന്നത്. 1 ദിനവൃത്താന്തം 5:2 എഴുതിയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, യഹൂദയിൽ നിന്ന് പ്രഭു ജനിക്കുന്നു. ആരാധിക്കുന്നവരിൽ ഒരാൾ ജനിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവനോടെ നമ്മുടെ അകത്ത് വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, ആരാധിക്കുന്നവർ യഹൂദയിൽ നിന്നാണ് രക്ഷ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4:22 എഴുതിയിട്ടുണ്ട്, സ്തോത്രം, രക്ഷ യഹൂദയിൽ നിന്നാണ്. ആരാധിക്കുന്നവരിൽ നിന്ന് രക്ഷയുണ്ട്. അവൻ രക്ഷിക്കപ്പെടുക മാത്രമല്ല, അവൻ്റെ ജീവിതം തന്നെ രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമം. എബ്രായ ലേഖനം 7:14 എഴുതിയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, യഹൂദയിൽ നിന്നാണ്, പ്രൈസ് ദി ലോർഡ്, ദൈവം ഉദിക്കുന്നത്. ക്രിസ്തു അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. 7:14, എബ്രായ ലേഖനം 7:14. സ്പഷ്ടമല്ലോ, യഹൂദയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് ഉദിക്കുന്നത്. അപ്പം ആരാധിക്കുന്ന ദൈവമക്കളിൽ ഒരു പ്രകാശം ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം വരും ആരാധനയിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. മറ നീങ്ങും, ഇരുട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. മന്ദത മാറും, മയക്കം മാറും, ഉറക്കം മാറും, ക്ഷീണം മാറും. പ്രൈസ് ദി ലോർഡ്. അവരാരാധിക്കുമ്പോൾ വെളിപ്പാട് കയറി വരും, ദർശനങ്ങൾ വരും, വചനം തന്നെ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിക്കും, ഈ വെളിച്ചവും ഒക്കെ വരുമൊക്കെ ചെയ്യും, ഇങ്ങനെ ആരാധിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉണ്ട് ദൈവമക്കളെ. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, 2-ാം അധ്യായം അതിൻ്റെ 28-29, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇന്നിപ്പം പറഞ്ഞു, ന്യായപ്രമാണം കല്ലിലെഴുതിയ മരണ ശുശ്രൂഷ. അത് അക്ഷരമാ, അക്ഷരം കൊല്ലും. ഹൃദയത്തിലാണ് ആത്മാവിൽ എഴുതുന്നത്. ആത്മാവിൻ്റെ ശുശ്രൂഷ ജീവനാ. കല്ലിലെഴുതിയ മരണ ശുശ്രൂഷ തേജസ്സായിരുന്നു എങ്കിലും, പ്രൈസ് ദി ലോർഡ്, അത് 3000 പേരെ കൊന്നു. എന്നാൽ
നീതിയുടെ ശുശ്രൂഷയാണ് ഹൃദയത്തിലുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. അത് തേജസ്സായിരുന്നു. കല്ലിൽ എഴുതിയത് തേജസ്സായിരുന്നെങ്കിൽ നീതിയിലുള്ള ശുശ്രൂഷ തേജസ്സേറിയതെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഹൃദയത്തിൽ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ ഇവിടെ തേജസ്സേറിയ ശുശ്രൂഷ വെളിപ്പെടും. തേജസ് വെളിപ്പെടുമ്പോൾ ഈ കാലത്തിലെ കഷ്ടമൊന്നും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ആരാധനയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ, പഴയ നിയമത്തിൽ ആരാധന പ്രമാണം കൊടുത്തപ്പോൾ തന്നെ ആരാധനയുടെ പ്രമാണം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആരാധന തകർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ താഴെ കാളക്കുട്ടി വന്നു. പ്രമാണം പോകുമ്പോഴുള്ള ആരാധന, പ്രൈസ് ദി ലോർഡ്, തന്നിഷ്ട ആരാധനയാണ്. പ്രമാണമില്ലാതെ പെട്ടകം കാളവണ്ടിയിൽ വെച്ചാൽ അത് ബോധിച്ച ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ ആരാധന കണ്ടത്, പ്രൈസ് ദി ലോർഡ്, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലാണ്. വലിയവനായ ദൈവം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന സാറാപ്പീഠങ്ങൾ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്തു? അവരാരാധിച്ചു. അവിടെ വലിയ ആർപ്പുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ സുവിശേഷങ്ങളിൽ ആരാധന കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എല്ലാവരെയും പഠിപ്പിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അവരെ പഠിപ്പിച്ചു. ആരാധന വെളിപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിലാണ് ആരാധന വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഉപദേശങ്ങളാണ്. യേശു ദൈവാലയത്തിൽ ചെന്നാൽ ഉപദേശിച്ചു എന്നേ കാണുന്നുള്ളൂ. ഉപദേശമുള്ളിടത്ത് അധികാരമുണ്ട്. അങ്ങനെയുള്ളവരെ അധികാരത്തോടെ ദൈവവചനം പറയുന്നത്. ആ അധികാരത്തോടെ ദൈവവചനം പറയുമ്പോൾ എല്ലാവർക്കും പിടിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് അപ്പം തിന്നണം, അത്ഭുതം വേണം, അത് മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാവർക്കും അത്ഭുതം മതി, അപ്പം തിന്നാ മതി. ജീവിക്കണ്ടേ പാത്രേ? പ്രൈസ് ദി ലോർഡ്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവരുടെ ദൈവം വയറാണ്. വയറ്. അവരുടെ അവസാനം നാശമാ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ പോവാ. അതുകൊണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്തുക. സ്തോത്രം. യഹൂദയിൽ ആരാധിക്കുന്നവർക്ക് പ്രൈസ് ദി ലോർഡ് അവൻ അത്ഭുത മന്ത്രിയാ. അവൻ പ്രൈസ് ദി ലോർഡ് കരം പിടിക്കും. അവൻ കരം പിടിച്ച് നടത്തും. അവൻ ഉപേക്ഷിക്കത്തില്ല, ഒരു നാള് കൈവിടത്തില്ല. യേശുവിൻ്റെ നാമം ജയത്തിൻ്റെ നാമം. തന്നെയുമല്ല, അങ്ങനെ ആരാധിച്ചാൽ ഒരു കാര്യം കൂടെ ഉണ്ട്. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലുണ്ട്. ആരാധിച്ച വല്ല ഗുണമുണ്ടോ? പുകഴ്ച മാത്രമല്ല. അവിടെ എഴുതിക്കുന്നത് യഹൂദനെ എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആരാധിക്കുന്നവരുടെ കരങ്ങളിൽ പ്രൈസ് ദി ലോർഡ് എന്തുണ്ട്? അരുളപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അരുളപ്പാടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു കാര്യം കൂടെ പറയാം. ആരാധിക്കുന്നവനെ ദൈവം അറിയും. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യോശുവ മരിച്ചതിന് ശേഷം കനാൻ ദേശം അവകാശമാക്കാൻ പ്രൈസ് ദി ലോർഡ് അവിടെ യുദ്ധം ചെയ്യാൻ ആര് പോകണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, യഹൂദ പുറപ്പെടട്ടെ.
ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവകാശം, ഹല്ലേലൂയ, ദൈവവചനം നിനക്കുള്ള അവകാശം മണ്ണിന്റെ അവകാശം മാത്രമല്ല, സ്വർഗീയ അവകാശം പോലും. അന്ധകാര ശത്രു തകർക്കാൻ നോക്കിയാൽ ദൈവം നിന്നെ അറിയും. നിന്റെ ആരാധനയിൽ, ഹല്ലേലൂയ, അവകാശം പിടിച്ചിരിക്കുന്ന ശത്രുവിന്റെ മേൽ നിനക്ക് ജയം തരാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധിക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നത് ദേശാധിപതിയെ ചവിട്ടാനാ. പ്രൈസ് ദി ലോർഡ്. ദേശാധിപതിയെ ചവിട്ടും. ഇവിടെ ദേശാധിപതിയുണ്ട്, ഈ മണ്ണിലുണ്ട്, ഈ ആരാധനയ്ക്കെതിരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഗ്രഹിച്ചുകൊണ്ട് ആരാധിച്ചാൽ, ഹല്ലേലൂയ, ദേശാധിപതിയെ നീ ചവിട്ടാൻ തുടങ്ങുകയാ യേശുവിന്റെ നാമത്തിൽ. യെശയ്യാ 41:25 വാക്യം കൊണ്ടൊന്ന് വായിച്ച്. യെശയ്യാ 41:25. ഞാൻ ഒരുത്തനെ വടക്കുന്ന് എഴുന്നേൽപ്പിക്കുന്നു, പിന്നെ അവൻ അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും. അടുത്ത വാക്യം, അവൻ വന്ന്, പ്രൈസ് ദി ലോർഡ്, ദേശാധിപതികളെ ചവിട്ടും. ആരാധിക്കുന്ന ദൈവവേദലേ, നിന്റെ കാലിനൊരു അധികാരം തരും. എന്താ അധികാരമാ? അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതിയെയും ചവിട്ടും. നീ ആരാധിച്ചാൽ പുറമറ്റം IPC സഭയ്ക്കെതിരായി ഈ ദേശത്തെ അധിപതിയുണ്ടല്ലോ, ദേശാധിപതി, പ്രൈസ് ദി ലോർഡ്, അവനെനിക്ക് ചവിട്ടാൻ, ഹല്ലേലൂയ, ദൈവം അധികാരം തരും. പ്രൈസ് ദി ലോർഡ്. സത്യാരാധനയ്ക്ക് വിരോധമായി അന്യാരാധന വെച്ച് അവകാശം പിടിക്കുന്ന ഈ മണ്ണിന് വരെ അവകാശം പിടിച്ച് ഇതെന്റെ അവകാശമാണെന്ന് പറഞ്ഞ് പോരാടുന്ന അന്ധകാര ശക്തിയെ ചവിട്ടാൻ നിനക്കൊരു അധികാരം തരും. ദൈവമക്കൾ ഓർക്കണമേ, ആരാധനയ്ക്കെതിരൊക്കെ ഉണ്ടെന്ന്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ സഭയെ ദൈവമാ പണിയുന്നത്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇവിടെ ആരാധന തുടങ്ങുമ്പോൾ ഈ മുന്തിരിത്തോട്ടത്തെ ക്ഷീരത്തോട്ടമാക്കാൻ നോക്കുന്ന, സീസൺ കൃഷിയാകാൻ നോക്കുന്ന, ഒരു ദിവസം ആരാധിച്ചാൽ അടുത്ത ദിവസം ആരാധിക്കാൻ വയ്യാതെ, ഒരു ദിവസം ആത്മനിയോഗത്തോട് പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ കഴിയാതെ അന്യാരാധന ശക്തി, അത് ആരാണെന്നറിയാമോ? അത് ഇസ്രായേലും ആഹാബും. ആഹാബ് ദേശാധിപതിയാ. ഇസ്രായേലിയ ശക്തികൾ, ബാലിനെ സേവിക്കുന്ന ശക്തികൾ, ഇത് കൂട്ടിച്ചോറാകണം, ഈ കല്ലുകൾ ചതരണം, ഈ യാഗപീഠം തകരണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന അന്ധകാര ശക്തി, അത് മണ്ണിന്മേൽ വരെ വാദിച്ചു നിൽക്കുക. ഈ മണ്ണിന്മേൽ ഈ വിത്ത് ഇവിടെ ഇട്ടപ്പോൾ തന്നെ മറ്റവനും തുടങ്ങി പണി. സത്യാരാധന തുടങ്ങുമ്പോൾ മറ്റവൻ അന്യാരാധന കൊണ്ട് എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നീ ആരാധിക്കുന്ന ദൈവത്തിലാണെങ്കിൽ ആ ദേശാധിപതിയെ ചവിട്ടാൻ ഒരധികാരം ദൈവം നിനക്ക് തരും. പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഒരധികാരം. നിന്റെ അവകാശത്തെ, നിന്റെ മണ്ണിനെ, നിന്റെ ആരാധനയെ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്ന അന്ധകാര ശക്തിയെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചവിട്ടാൻ ഒരധികാരം. അത് പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം. ആരാധന എന്താണെന്ന് പഠിക്കണം. എന്താണെന്ന് പഠിക്കണം. നേരുണ്ട് നീ സ്തുതിക്കും,
നീ സ്തുതിക്കാൻ രഹസ്യമുറിയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഒരധികാരത്തിന്റെ ശക്തി ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ അധിവസിക്കുന്ന പരിശുദ്ധൻ ബലവാനായി അകത്തു വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണമേ, നാം ആരാധിക്കുന്നത് പ്രൈസ് ദി ലോർഡ് നേരോടെയാണെങ്കിൽ യഹൂദയിൽ ദൈവം പ്രസിദ്ധനാകാൻ പോകുക. ആരാധിക്കുന്ന നിന്നിൽ കൂടെ ദൈവം ഇവിടെ പ്രസിദ്ധനാകും. ആരാധിക്കുന്ന നിന്നെയും ദൈവം പ്രസിദ്ധനാക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ആലോചന പ്രൈസ് ദി ലോർഡ് മണിക്കൂറുകൾ പറയേണ്ടതാ. ദൈവമക്കൾ ഓർക്കണം, വചനം സങ്കീർത്തനം കേട്ട് എന്ത് ദൂത് കിട്ടി? നിങ്ങൾ വായിക്കുന്നുണ്ട്, വായിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് മണിക്കൂറുകൾ പറയാനുള്ള ആത്മീയ ദൂതുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഗ്രഹിക്കാനായിട്ട്, അത് ഗ്രഹിച്ച് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കുടുംബങ്ങൾ, സഭ, ശുശ്രൂഷ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ വരാൻ പോകുക. അതിനായി നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സമയം കർത്തദാസന് നന്ദി.